കഴിയാത്ത ഒന്നുമില്ല. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ കരം അനുകൂലമായി നിനക്ക് വേണ്ടി ചലിച്ചു കഴിഞ്ഞാൽ അസാധ്യങ്ങൾ സാധ്യമാകും, രോഗങ്ങൾ സൗഖ്യമാകും, കടക്കണിയിൽ നിന്ന് പുറത്തു വരുവാൻ നിനക്ക് കഴിയും. വഴിയില്ലാത്തടത്ത് വഴികൾ ഒരുക്കിയായാലും നിന്നെ അങ്ങേക്കര എത്തിക്കുവാൻ ദൈവം മതിയായ ദൈവമാണ്. That is the lesson here. He is showing himself to be a miracle worker, a way maker, a deliverer, അത്ഭുതകാരണനായി, അത്ഭുതം ചെയ്യുവാൻ ശക്തനായി, വഴി ഒരുക്കുന്നവനായി, തുറക്കുന്നവനായി, വിടുവിക്കുന്ന ദൈവമായി അവൻ തന്റെ ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തിനാണ് ഈ വെളിപ്പാടുകൾ? അതുകൂടി നമ്മൾ ചോദിക്കണം. Why is God revealing himself this way? ഇത് ചോദിപ്പാൻ കൊണ്ട് ഇടയാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെന്നറിയാമോ? ഈ ദൈവം സർവശക്തനാണ്, പക്ഷേ സർവശക്തൻ മാത്രം അല്ല, അവൻ സർവജ്ഞാനി കൂടിയാണ്. അവന്റെ അപ്രമേയ ജ്ഞാനത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ താല്പര്യപ്പെട്ടാൽ വചനം അവനെ ഇങ്ങനെ പേർ വിളിക്കുന്നത്, അവൻ ആദ്യനും അന്ത്യനുമായ ദൈവമാണ്. ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്. മൂലഭാഷയിൽ പക്ഷേ അത് പഠിച്ചാൽ യഥാർത്ഥ അർത്ഥം എന്താണെന്നറിയാമോ? ഈ പ്രയോഗത്തിന്റെ ആരംഭത്തിങ്കൽ തന്നെ അന്ത്യം അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇതിന്റെ അവസാനം എവിടെ ആയിരിക്കും. നമ്മളൊരു ഓട്ടം ആരംഭിക്കുമ്പോഴേ അവനറിയാം ഇത് എവിടം വരെ ചെന്നെത്തും. ഒരു ബിസിനസ് തുടങ്ങുമ്പോഴേ അവനറിയാം ഇത് നന്നാകുമോ ഇല്ലയോ. ആരംഭത്തിങ്കൽ തന്നെ അന്ത്യം അറിയുന്നവൻ, ഇതാണ് ഇതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കുവാൻ, അതിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കുവാൻ താല്പര്യപ്പെട്ട് കഴിയുമ്പോൾ ഇതുകൂടി നമ്മൾക്ക് അറിവാകണം. ഇവർ കനാനിലെത്തി, കനാന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് അകത്തോട്ട് ചാരന്മാരെ വിട്ട് ചാരന്മാർ തിരിച്ചു വന്ന് റിപ്പോർട്ട് കൊടുക്കുമ്പോഴല്ല അതിനകത്ത് മല്ലന്മാർ കാണുമെന്ന് ദൈവം മനസ്സിലാക്കിയിരുന്നത്. പിന്നെയോ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അത്ഭുതങ്ങളാലും ബാധകളാലും വിടുതൽ നൽകിക്കൊണ്ട് മിസ്രൈമിൽ നിന്ന് ഈ ജനത്തെ പുറത്തോട്ട് ഇറക്കുന്ന മാത്രയിൽ തന്നെ ദൈവത്തിനറിയാം ഇവർ കനാനിലെത്തുമ്പോൾ അവിടെ യഥാർത്ഥമായി ഈ മല്ലന്മാർ കാണും. ജനം ദുർവർത്തമാനം വിശ്വസിക്കുന്നതിന് പകരം എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിൽ കണ്ട അത്ഭുതങ്ങളുടെ പട്ടികയെ ഒന്ന് വിലയിരുത്തി, ഒന്ന് വിചിന്തനം ചെയ്ത്, ഒന്ന് ചിന്തിച്ച് ധ്യാനിച്ച് വിശ്വാസം അതിൽ നിന്ന് ഉളവാകണമെന്ന്. തന്മൂലം ഈ ഘട്ടത്തിൽ പതറിപ്പോകാതെ പിന്തിരിയാതെ പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യവും സഹായവും ചോദിച്ചു വാങ്ങി ഇതിനകത്ത് വിടുതലെടുക്കണമെന്ന് ഇതാ ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷേ ദൈവവചനം ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചോ? ജനം ദുർവർത്തമാനം വിശ്വസിച്ചു, ദൈവത്തിന്റെ സഹായം ചോദിച്ചില്ല എന്ന കാരണത്താൽ സംഖ്യാപുസ്തകം 14 അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു: എന്റെ തേജസ്സും മിസ്രൈമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവരെ കാണിക്കയില്ല, എന്നെ നിരസിച്ചവരാരും അത് കാണുകയില്ല. ദൈവം അരുളി ചെയ്യുകയാണ്. മാറ്റമില്ലാത്തവനായ ദൈവം നമ്മൾ അവിശ്വസ്തത കാണിക്കുമ്പോഴും തന്റെ സ്വഭാവം ത്യജിക്കുവാൻ തനിക്ക് കഴിയാത്തത് കൊണ്ട് നമ്മളോട് വിശ്വസ്തനായിരിക്കുന്ന ദൈവം ഇതാ പറയുന്നത് ശ്രദ്ധിക്കുന്നോളോ? ഹല്ലേലൂയ. ഞാൻ ഇവരുടെ പിതാക്കന്മാരോട് കനാനിൽ അവരെ കൊണ്ടുപോകാമെന്ന്, തലമുറകളെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തുവെങ്കിലും ആ വാഗ്ദത്തം ഞാൻ നിവർത്തിക്കുകയില്ല. ഈ മരുഭൂമിയിൽ തന്നെ ഈ ജനമെല്ലാം പട്ടുപോകുവാൻ തക്കവണ്ണം ഇടയാകും. ഒന്നുകൂടി ആലോചിക്കുക. എന്തായിരുന്നു ദൈവത്തിന്റെ പദ്ധതി? ഇവരെ അനുഗ്രഹിക്കണം, കനാനിൽ എത്തിക്കണം. പക്ഷെ ഇപ്പോൾ പരിമിതികളില്ലാത്ത ദൈവം തന്റെ പദ്ധതി നിറവേറുവാൻ കഴിയാത്ത വിധം പരിമിതപ്പെട്ടുപോയി. ഗോഡ് വാസ് ലിമിറ്റഡ്. അവൻ പരിമിതപ്പെട്ടുപോയി. എന്തുകൊണ്ട്? എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ദൈവവചനം നമ്മളോട് പറയുകയാണ്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആ ജനമൊക്കെയും മരുഭൂമിയിൽ പട്ടുപോകാൻ കാരണമായത് ഒരേ ഒരു കാരണമാണ്. അതിന്റെ പേര് അവിശ്വാസം, അൺബിലീഫ്. നമ്മുടെ അവിശ്വാസം എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. യഥാർത്ഥമായും ദൈവം നമ്മളോടും ചിലപ്പോൾ വൻ വാഗ്ദത്തങ്ങൾ തന്നെന്ന് വരാം. യഥാർത്ഥമായി ദൈവം ചിലപ്പോൾ നമ്മളോട് പറഞ്ഞെന്ന് വരാം, ഇന്നുള്ള സ്ഥിതികൾക്ക് ഭേദം വരും, ഇന്നുള്ള എല്ലാ അവസ്ഥകളും മാറും, നമ്മൾ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ. പക്ഷേ യഥാർത്ഥമായും മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ ഒന്ന് ഉറ്റുനോക്കുമ്പോൾ, മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി എന്ന യാഥാർത്ഥ്യത്തെ വിലയിരുത്തി അതാണ് യാഥാർത്ഥ്യം, മറ്റൊരു യാഥാർത്ഥ്യമില്ല എന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഇടവരുമ്പോൾ, വഴിയൊന്നും കാണാത്ത നിമിഷങ്ങളിൽ, വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് ചിലപ്പോൾ തോന്നും ദൈവം വാഗ്ദത്തം ചെയ്തു സത്യം, പക്ഷെ ഇതെങ്ങനെ നടക്കാനാണ്? പക്ഷെ അങ്ങനെ ഒരു അവിശ്വാസം, അങ്ങനെ ഒരു സംശയം ഉള്ളത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഈ വചനഭാഗങ്ങളിലൂടെ പറയുന്നത് എന്തെന്നറിയാമോ? ആ അവിശ്വാസം
ദൈവത്തിന്റെ, സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളെ ബന്ധിക്കുവാൻ തക്കണമിടയാകും. അവൻ ആഗ്രഹിച്ചാലും നമ്മൾക്ക് അനുഗ്രഹം പകർന്നു തരുവാൻ കഴിയാതെ വണ്ണം, അവൻ ആഗ്രഹിച്ചാലും നമ്മളെ പഠിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ കരങ്ങൾ ബന്ധിക്കപ്പെടും. അവന്റെ ശക്തി പരിമിതപ്പെട്ടു പോകും. നമ്മൾക്ക് യഥാർത്ഥമായും അവന്റെ മഹത്വം കാണണമെങ്കിൽ വചനം പറയുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ: വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അതുകൊണ്ട് ദൈവത്തിന്റെ ബൈബിളിൽ ഞാൻ നിന്നോട് പറയുന്നത് ശ്രദ്ധിക്കുക. നീയും ദൈവത്തിൽ കടന്ന് വിശ്വസിക്കണം. എത്ര വലിയ വാഗ്ദത്തമാണ് നീ പ്രാപിച്ചിരിക്കുന്നതെങ്കിലും ആ വാഗ്ദത്തം നൽകിത്തന്നവൻ ദോഷ്ക്ക് പറയുവാൻ മനുഷ്യനല്ല, അവൻ ദൈവമാണ്. അവൻ അരുളി ചെയ്യുന്ന ഏതൊരു കാര്യം അവൻ തന്നെ നിന്നോട് കൂടെ നിവർത്തിച്ചു തരും. അതിനുള്ള കഴിവവനുണ്ട്. അതിന് തക്കവണ്ണം വിശ്വസ്തനാണ്. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയാകും എന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. തമ്പുരാൻ നിന്നെ നോക്കി, ഇന്നുള്ള നിന്റെ അവസ്ഥയെ നോക്കി ഒരു കാര്യം പറയുവാനുണ്ട്. അത് എത്രത്തോളം കുഴഞ്ഞതുമാകട്ടെ, നീ നോക്കുമ്പോൾ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യ, നിന്റെ അമ്മ നിനക്ക് വെച്ചു തരുന്ന ആ കപ്പ കുഴയുന്നത് പോലെ കുഴഞ്ഞിരിക്കുകയാണെങ്കിലും കർത്താവ് പറയുന്നു, എനിക്ക് ആ കുഴച്ചിൽ അഴിച്ചു പണിയുവാൻ, നേരെയാക്കുവാൻ കഴിയും. ഊരാക്കുടകളിൽ നീ പെട്ടിരിക്കുകയാണ്. ആ കുരി കഴിക്കുവാൻ ആരെ കൊണ്ട് ഒക്കത്തില്ല എന്ന് ലോകവും ബുദ്ധിയും നിനക്ക് തന്നെയും തോന്നിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, എല്ലാവരും നിന്നോട് അങ്ങനെ പറയുന്നെങ്കിൽ, ദൈവം നിന്നോട് പറയുന്നു, എനിക്ക് അഴിക്കാൻ പറ്റാത്ത കുരുക്കില്ല. ചില രോഗങ്ങൾ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ ഡോക്ടർമാരുടെ അടുക്കലേക്ക് പേഷ്യന്റിനെ നമ്മൾ ഓടിച്ചു കൊണ്ടു ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, അയ്യോ താമസിച്ചു പോയി, അല്പം നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നത് ശ്രദ്ധിക്കുക. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം താമസിച്ചു പോയി എന്ന് പറയാവുന്ന യാതൊരു സമയവും ഇല്ല. ഏതു നേരത്തും എല്ലാ കാലത്തും അവന്റെ അടുക്കലേക്ക് ഓടി ചെല്ലുന്ന എല്ലാവരോടും അവന്റെ പറവാനുള്ളത്, എന്റെ അടുക്കലേക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. നീ അങ്ങോട്ട് ഓടുമ്പോൾ അവൻ നിന്റെ അടുക്കലോട്ടും വരും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിന്നോടും അടുത്ത് വരും. ഇതാ വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കൽ. അവൻ നിന്റെ അടുക്കലോട്ട് വരുമ്പോൾ തന്റെ കൃപയുടെ കരം നിന്റെ നേരെ നീട്ടും. അതിലോട്ട് എത്തിപ്പിടിക്കുവാൻ നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ, ഞാൻ പറയട്ടെ, അവിശ്വാസത്തിന്റെ പടുകുടിയിൽ നിന്ന് അവൻ നിന്നെ വലിച്ചു കയറ്റും. വിശ്വാസത്തിന് യോഗ്യമായ വചനം നിന്റെ കർണങ്ങളിലൂടെ നിന്റെ ഹൃദയത്തിലേക്ക് പകർന്ന് വിശ്വാസത്തിൽ നിന്നെ ഉറപ്പിക്കുമെന്ന് മാത്രമല്ല, യഥാർത്ഥമായി ഞാൻ പറയട്ടെ, നീ അവന്റെ മഹത്വം കാണേണ്ടതിന് സൈന്യത്താൽ നടക്കാത്തത്, ശക്തിയാൽ നടക്കാത്തത് അവൻ തന്റെ ആത്മാവിനാൽ നിനക്ക് വേണ്ടി ചെയ്ത് തരുവാൻ തക്കവണ്ണം ഇടയാകും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഞാൻ ഇന്ന് നിന്നോട് ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയുവാൻ മടിക്കണ്ട. കാരണം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. എന്താ നിന്റെ പ്രശ്നം? അത് മാത്രമേ ഉള്ളൂ എന്റെ ചോദ്യം. കുടുംബത്തിലാണോ പ്രശ്നം? മക്കളെ ചൊല്ലി ആകുലമാണോ പ്രശ്നം? അനുസരണം കേട്ടവർ നടക്കുന്നു, പഠിക്കുന്നില്ല, ഇതാണോ നിങ്ങളുടെ പ്രശ്നം? അവരോട് പറയുവാൻ, അനുസരിപ്പിക്കുവാൻ കഴിയുന്നതിനേക്കാൾ അവർ വളർന്നുപോയി, ഇതാണോ പ്രശ്നം? ഇന്നലത്തെ സാമ്പത്തികമായിരിക്കുന്ന അബദ്ധങ്ങൾ ഇന്ന് നിന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ കെട്ടുകൾ കൊണ്ടുവന്നിരിക്കുന്നു. വലിയ ഞെരുക്കം നീ അനുഭവിക്കുകയാണ്, അതാണോ പ്രശ്നം? എന്തുമാകട്ടെ, എനിക്ക് നിന്നോട് സത്യസുവിശേഷം പറയാനുണ്ട്. നിന്റെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഏക ഉത്തരം ക്രിസ്തു. നിന്റെ പ്രശ്നത്തിന് പരിഹാരം യേശു. അവന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തെയും പരിഹരിക്കുവാൻ അവന് കഴിയും. ഏത് ചോദ്യത്തിനും ഉത്തരം നൽകുവാൻ അവന് കഴിയും. നിന്റെ കുടുംബത്തിൽ സമാധാനം നൽകുവാൻ, നിന്റെ മക്കളുടെ ഭാവിയെ അനുഗ്രഹപ്രദമാക്കുവാൻ, കടക്കണിയുടെ ചുഴിയിൽ, കടക്കണിയുടെ കയത്തിൽ മുങ്ങിപ്പോകാതെ നിന്നെ കാത്തുപരിപാലിക്കുവാൻ, വീണ്ടും ഒരു ഉയർച്ച, വീണ്ടും ഒരു മാന്യത, വീണ്ടും ഒരു നന്മ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. അവനെ നീ ഇന്ന് മുറുകെ പിടിച്ചാൽ കഴിയുമോ? നിനക്കതിന് കഴിയുമെങ്കിൽ ഇപ്പോൾ ഈ നിമിഷത്തിലായിരിക്കുന്ന സ്ഥാനത്ത് മുഴങ്കാൽ മടക്കുക, മുട്ടുകുത്തുക, കണ്ണടച്ച് ഹൃദയം തുറന്ന് യേശുവിനോട് പറ, യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വന്നാട്ട്, എന്റെ ജീവിതത്തിലേക്ക് വന്നാട്ട്, എന്റെ രാജാവായി ഇരുന്നാട്ട്, ഇനി അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഞാൻ ചെയ്യാം. അങ്ങന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്താട്ട് അങ്ങ് ഞാനത് രക്ഷിതാവായി, കർത്താവായി അംഗീകരിക്കുന്നു. പറ. ആ പ്രാർത്ഥന നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ നീ രക്ഷിക്കപ്പെടും. ഒരു ദൈവ പൈതലായി തീരും. നീ ആ പുരുഷനെങ്കിൽ ദൈവത്തിന്റെ മകനാകും, സ്ത്രീയെങ്കിൽ ദൈവത്തിന്റെ മകളാകും, മക്കളെങ്കിൽ അവകാശികളും അത്രയെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. നീ ഒരു മകനായി, മകളായി എന്ന വിശ്വാസത്തോടെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പച്ച, ഇന്ന് ഈ സമയത്ത് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വേളയിൽ അങ്ങയുടെ ശക്തി ഈ അങ്ങയുടെ മകന്റെ ജീവിതത്തിലേക്ക്, ഈ മകളുടെ ജീവിതത്തിലേക്ക് അയച്ചാട്ട. ഇവിടെയല്ലാതെ അവർ മുങ്ങിപ്പോകുമെന്ന് വിചാരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ കയത്തിൽ നിന്ന് അങ്ങയുടെ കരം നീട്ടി അവരെ പിടിച്ച് കയറ്റിയാട്ട്, ഒരു അത്ഭുതം റിലീസ് ചെയ്താട്ട് വിടുതൽ വരട്ടെ. അവിടുന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്തോത്രം. വിശ്വസിച്ച് അങ്ങയുടെ മഹത്വം കാണുവാൻ അവരെ സഹായിക്കണം.